ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 41 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങളാണ് ധ്യാന വിചിന്തനത്തിനായിട്ട് നമുക്കിന്ന് തിരുസഭ നൽകിയിരിക്കുന്നത്. ഉപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഉപ്പ് നല്ലതാണ്, ഉറകെട്ട് പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിനെ ഉറകൂട്ടും എന്നാണ് ഈശോ ചോദിച്ചത്. ഉപ്പ് വളരെ വിലപിടിച്ച ഒരു സാധനമാണ്. പഴയ കാലങ്ങളിലൊക്കെ ഏറ്റവും വളരെ പ്രഷ്യസ് ആയിട്ടുള്ള, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം. ഈ സാലറി എന്ന വാക്ക് പോലും, ഈ സോൾട്ട് മണി, സാലറി എന്ന വാക്ക് സോൾട്ട് മണി എന്നാണ്. സാൽ, ലത്തീനിൽ സാൽ എന്നും ഇറ്റാലിയനിൽ സാലെ എന്ന് പറയുന്ന സാധനം സാലറി അല്ലെങ്കിൽ ഒരു ഉപ്പാണ്. ഒരു റോമൻ പട്ടാളക്കാരന് ഉപ്പ് വാങ്ങുന്നതിനുള്ള അലവൻസിനെ പരാമർശിക്കുന്നതാണ് വാസ്തവത്തിൽ ഈ സാലറി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരുവൻ്റെ അധ്വാനം വിലയുള്ളതാണ്. അപ്പം അത്രയും വില കൂടിയ ഒരു സാധനമായിട്ടാണ് ഉപ്പിനെ കണ്ടുകൊണ്ടത്. ബൈബിളിൽ ഏകദേശം 40 പ്രാവശ്യങ്ങളിൽ ഉപ്പെന്ന വാക്ക് ഉപയോഗിക്കും. ഈശോ ഇന്ന് ബൈബിളിൽ ഉപ്പിൻ്റെ ഉറ കെട്ടുപോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഉപ്പിൻ്റെ ചില ഗുണങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കും. എൻ്റെ ഗുണം വിശുദ്ധീകരിക്കാൻ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വിശുദ്ധീകരിക്കാനുള്ള അല്ലെങ്കിൽ മുറിവുണക്കാനുള്ള ഒരു ഗുണമുണ്ട്. നമുക്ക് സൗഖ്യം തരാനായിട്ട്, നമ്മുടെ കേടായ കോശങ്ങളെ ജലീകരിക്കാനായിട്ട് ഉപ്പ് സഹായിക്കുന്നു. എന്ന് വെച്ചാൽ ഉള്ള മോശമായ വെള്ളത്തെ പുറത്തേക്ക് വിടാനായിട്ട്, മുറിവേറ്റ സ്ഥലത്ത് നിന്ന് ദോഷകരമായ ദ്രാവകത്തെ പുറത്തെടുക്കാനായിട്ട് ഉപ്പ് സഹായിക്കുക. അങ്ങനെ ശരീരത്തിന് ഹീലിംഗ് വരും. അപ്പം അങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്ന, മുറിവുണക്കുന്നത്. രണ്ടാമത് രുചി കൂട്ടുന്നുണ്ട്. പറയാം, പച്ചക്കറി പഴങ്ങളൊക്കെ അതിൻ്റെ രുചി കൂട്ടാനായിട്ട്, പാകം ചെയ്യുമ്പോൾ രുചി കൂട്ടാനായിട്ട്, അപ്പോൾ അവയുടെ കോശ ഭിത്തികളിൽ നിന്നും രസം പുറത്തു വിടാനായിട്ട് ഉപ്പ് സഹായിക്കുന്നുണ്ട്. പച്ചക്കറികളുടെയും പഴങ്ങളുടെയും കോശഭിത്തികൾ തുരന്ന് രസം പുറത്തു വിട്ട് അതുവഴി ഒരു സ്വാഭാവികമായ ഒരു രസം, നമുക്ക് സ്വാഭാവികമായ ഒരു ടേസ്റ്റ് നമുക്കത് കിട്ടുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. യഥാർത്ഥ സത്ത പുറത്തു കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് വളരെ പ്രിസർവേറ്റീവ് ആയിട്ട് സീസണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പണ്ട് ഫ്രിഡ്ജും ഐസും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് പുതുമ നിലനിർത്താനായിട്ട്, അവരുടെ ജീവൻ നിലനിർത്താനായിട്ട്, ഫ്രഷ്നസ് നിലനിർത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കും. അല്ലെങ്കിൽ ചൂട് നിലനിർത്താനായിട്ട് അടുപ്പിൻ്റെ അടിയിൽ ഒരു ലെയറായിട്ട് പാകി വെക്കുമായിരുന്നു, ചൂടിനെ നിലനിർത്താൻ. അതിന് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അതിന് ആ ചൂട് നിലനിർത്താനുള്ള ഉറ നഷ്ടമായാൽ, കഴിവ് നഷ്ടമായാൽ പിന്നെ എന്തിനു കൊള്ളാം, അതിനെ വലിച്ചെറിയുക. അപ്പോൾ അത് പുറത്തെടുത്ത് വീണ്ടും അതിനെ പുതിയ ഉപ്പ് പാകുന്നു അടുപ്പിൻ്റെ അടിയിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു കഴിവുള്ള ഈ ഉപ്പിനെയാണ് ഈശോ ഇന്ന് പറയുന്നത്, നിങ്ങൾ ക്രിസ്ത്യാനികൾ, നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെയൊക്കെ ആത്മീയതയും പിന്നെ സമാനമായിട്ടുള്ള ഗുണമായിരിക്കട്ടെ. ഈ ഉറകെട്ട് പോയവരെ കുറിച്ചാണ് ഇന്ന് ഈശോ പറയുന്നത്. സുവിശേഷത്തിൻ്റെ അവസാന ഭാഗമാണ് ഉപ്പിനെ കുറിച്ച് പറയുന്നത്. ആദ്യ ഭാഗം പറയുന്നത് ഉറകെട്ട് പോയവരാണ്. ആരാണ് ഈ ഉറകെട്ട് പോയവർ? ദുഷ്പ്രേരണ നൽകുന്നവരെന്നാണ് ഈശോ പറയുന്നത്. ചെറിയവർക്ക് പോലും ഇടർച്ച നൽകുന്നവർ എന്ന് വെച്ചാൽ വൾനറബിളായിട്ടുള്ള, വളരെ വീക്കായിട്ടുള്ളവർക്ക് അവരെ മുതലെടുക്കുന്ന, അവരെ സ്വന്തം ആഗ്രഹത്തിനും ഇഷ്ടത്തിനും കാര്യസാധ്യത്തിനും പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കുന്നവർ, ചൂഷണം ചെയ്യുന്നവർ, അങ്ങനെയുള്ള ചെറിയ മനുഷ്യരെ പ്രലോഭിപ്പിക്കുന്നവരെയാണ് വാസ്തവത്തിൽ ദുഷ്പ്രേരണ നൽകുന്നവരെന്ന് ഈശോ പറയുന്നത്. അവരെയാണ് ഉറകെട്ട് പോയവരെന്ന് പറയുന്നത്. വളരെ സീരിയസ് ആയിട്ട് ഈശോ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നതാണ്. നമ്മൾ ഏറ്റവും കഴിവ് കുറവെന്ന് തോന്നുന്നവർ, വളരെ വീക്ക്, ദുർബലായ മനുഷ്യരെ നമ്മൾ നമ്മുടെയൊക്കെ ആധിപത്യവും നമ്മുടെ കഴിവും കൊണ്ട് അവരെ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ നമ്മൾ മാറിത്തീരുന്ന ഒരവസ്ഥയാണ് ഈശോ ഈ ഉറകെട്ട് പോകൽ എന്ന് പറയുന്നത്. പോപ്പ് ഫ്രാൻസിസ് സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികളെ എടുക്കുമ്പോഴേ, സന്യസ്തരായിട്ട് എടുക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, 2 തരം മനുഷ്യരുണ്ട്. ഒന്ന് കറപ്റ്റായി പോകുന്ന മനുഷ്യർ, ഒന്ന് വൾനറബിളായിട്ടുള്ള മനുഷ്യർ. ചില മനുഷ്യർ കറപ്റ്റാകും, എന്ന് വെച്ചാൽ ദുഷിച്ചതാകും. ചിലർ ദുർബലരാണ്, വൾനറബിൾ, വീക്കായിട്ടുള്ളവർ ദുർബലരാണ്. ഈ ദുഷിച്ചവർ വന്നാൽ, ദുഷിച്ചവരെന്ന് പറയുമ്പോൾ പാപബോധമില്ലായ്മ, അവർ വളരെ ദാഷ്ട്യത്തോടെ, അവരുടെ പരിചയരെ ഈശോ എപ്പോഴും അവരോട് കലഹിച്ചിരുന്ന പോലെ ദാഷ്ട്യത്തോടെ പെരുമാറുന്നു. അടിസ്ഥാനപരമായിട്ട് വിശ്വാസം ഇല്ലാത്ത ഒരു സമൂഹം, അതിനാണ് കറപ്റ്റ് സമൂഹം എന്ന് പറയുന്നത്. അവരെ മാറ്റാൻ പ്രയാസമാണ്. അവർ വന്നാൽ നമ്മുടെ സംവിധാനത്തെ പോലും കറപ്റ്റാക്കുക എന്നാണ് പറയുന്നത്. അത് അനുദിന ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. വൾനറബിൾ, വീക്കായിട്ടുള്ളവരുണ്ട്, വൾനറബിളായിട്ടുള്ളവർ, അവർ ദുർബലരാണ്. അവരെ നമ്മൾ സഹായിച്ചു കൊടുത്താൽ അവർക്ക് തിരുത്താൻ സാധിക്കും. അതുകൊണ്ട് ഈ ദുർബലരായ മനുഷ്യരെ പോലും കറക്റ്റാക്കുന്ന ഒരു മനുഷ്യരാണ് വാസ്തവത്തിൽ ഉറകെട്ട് പോയവരെന്ന് ഈശോ പറയുന്നത്. അയ്യപ്പപ്പണിക്കർ എൻ്റെ ഒരു കൃതി ചിലമ്പിൻ്റെ ഗാഥയിൽ പറയുന്നുണ്ട്, പൂവിന് വേണ്ടത് മാർദ്ദവമല്ല, പൂവിന് വേണ്ടത് പുതുമണമല്ല, പൂവിന് വേണ്ടത് നറുതനല്ല, പൂവിന് വേണ്ടത് പൂപ്പൊടി മാത്രം.
അപ്പോൾ പൂവിന് എല്ലാം ഉണ്ടായിട്ട് പൂമ്പൊടി ഇല്ലെങ്കിൽ അത് അന്യം നിന്ന് പോകും. പൂവിന് പൂമ്പൊടി പോലെ ക്രിസ്തു ശിഷ്യന് വേണ്ടത് ഈ ഉപ്പിൻ്റെ ഉറയാണെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്വയം ശുദ്ധീകരിക്കുന്നു, സ്വയം രുചി കൂട്ടി മറ്റുള്ളവർക്ക് രുചി പകരുന്ന, നമുക്ക് മറ്റുള്ളവരെ കേട് വരാതെ സൂക്ഷിക്കുന്ന, പുതുമ നിലനിർത്താൻ സഹായിക്കുന്ന, ചൂട് നിലനിർത്തുന്ന വ്യക്തിത്വങ്ങൾ ആത്മീയതയിലേക്ക് വളരാൻ ഈശോ നമ്മളെ ക്ഷണിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.